മാലിന്യം തള്ളുന്നതിൽ റെയിൽവേക്കെതിരെ വീണ്ടും തിരുവനന്തപുരം കോർപ്പറേഷൻ 10 ലോഡ് മാലിന്യം സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് റെയിൽവേ തള്ളിയെന്ന് മേയർ ആര്യ രാജേന്ദ്രൻ ആരോപിച്ചു. വിശദീകരണം തേടി റെയിൽവേക്ക് നോട്ടീസ് നൽകിയെങ്കിലും മറുപടി ഉണ്ടായില്ല എന്നും മേയർ കുറ്റപ്പെടുത്തി. നമ്മൾ പൊതുജനങ്ങളുടെ ഇടയിൽ ഒരു പൊതുബോധം ഉണ്ടാക്കണം എന്ന് ആമഴഞ്ചൻ തോടിന്റെ ആ വിഷയത്തിൽ തന്നെ നമ്മളെല്ലാം ആവർത്തിച്ചു പറയുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ഇരിക്കുന്ന അതേ സമയത്താണ് ഒരു കേന്ദ്ര സർക്കാർ സ്ഥാപനത്തിന്റെ ഭാഗത്ത് നിന്ന് തുടർച്ചയായി ഇത്തരത്തിലേക്കൊരു ഇടപെടൽ വരുന്നത് എന്നത് ഗുരുതരമായ വിഷയമാണ്. അത് പരിഹരിക്കാൻ റെയിൽവേ ഇനിയെങ്കിലും തയ്യാറാകണം എന്നതാണ് നഗരസഭയ്ക്ക് സൂചിപ്പിക്കാനുള്ളത്. നഗരസഭ മറ്റ് നിയമ നടപടികളുമായി മുന്നോട്ട് പോകും. സംസ്ഥാന സർക്കാരിൽ നിന്നും തദ്ദേശ വകുപ്പിൽ നിന്നും ആലോചിച്ചുകൊണ്ട് അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് നഗരസഭ എത്തിയിട്ടുണ്ട്. സലിം മാലിക് വിശദാംശങ്ങളുമായി. സലിം, ആമയിഴഞ്ചാൻ തോടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതൊക്കെ നമ്മൾ ആ സമയത്തൊക്കെ ഒരുപാട് ചർച്ച ചെയ്തതാണ്. വീണ്ടും അത് ആവർത്തിക്കുന്നു എന്നതാണോ? നഗരസഭയും റെയിൽവേയും തമ്മിലുള്ള പ്രശ്നം അത് തുടങ്ങുന്നത് വളരെ കാലമായുള്ള പ്രശ്നമാണ്. പക്ഷേ അത് പരസ്യമാവുന്നത് ശുചീകരണ തൊഴിലാളിയായ ജോയി ആമയിഴഞ്ചാൻ തോട്ടിൽ വീഴുകയും അതിനുശേഷം മരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തോടു കൂടിയാണ് ആ പ്രശ്നം രൂക്ഷമായത്. അതിന് പിന്നാലെ ഇവർ ഈ റെയിൽവേയും ഒപ്പം തന്നെ നഗരസഭയും തമ്മിലുള്ള കത്തിടപാടുകൾ ഉൾപ്പെടെ പുറത്തു വന്നതാണ്. ആ സമയത്തൊക്കെയും നഗരത്തിലെ മാലിന്യ നീക്കം, പ്രത്യേകിച്ചും റെയിൽവേയുടെ മാലിന്യ നീക്കവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ വളരെ നിസ്സംഗമായ ഒരു സമീപനമായിരുന്നു റെയിൽവേയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. അത് പലതവണ കണ്ടതുമാണ്, അത് നഗരസഭ തന്നെ വ്യക്തമാക്കിയതുമാണ്. അതിന് പിന്നാലെ വീണ്ടും വലിയ നിലയിലേക്ക് ആ റെയിൽവേ ആ മനോഭാവം വീണ്ടും തുടരുന്നു എന്നുള്ളതാണ് നഗരസഭയുടെ പുതിയ ആരോപണം. പ്രധാനമായും ഇപ്പോൾ ഏറ്റവും പുതിയ ആരോപണം ഒരു സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിൽ അവരുടെ അനുവാദമില്ലാതെ തന്നെ 10 ലോഡ് മാലിന്യം നിക്ഷേപിച്ചു എന്നുള്ളതാണ് ഏറ്റവും പുതിയ ആരോപണം. അതായത് ഒരു വലിയ എമൗണ്ട് ഓഫ് മാലിന്യം അവിടേക്ക് നിക്ഷേപിച്ചു. അതിനുശേഷം അത് ആരുടെയും അനുവാദം വാങ്ങിയില്ല എന്ന് മാത്രമല്ല, അത് സംബന്ധിച്ച നോട്ടീസ് നൽകിയിട്ട് പോലും ഒരു മറുപടിയും നൽകാൻ നഗരസഭ തയ്യാറായില്ല എന്നുകൂടി റെയിൽവേ തയ്യാറായില്ല എന്നുകൂടി മേയർ ആര്യ രാജേന്ദ്രൻ പറയുന്നൊരു സാഹചര്യമുണ്ട്. അങ്ങനെ നേരത്തെ തന്നെയുള്ള വിഷയങ്ങളിലൊക്കെയും ഈ റെയിൽവേക്ക് പലതവണ നോട്ടീസ് നൽകിയെങ്കിലും ഒരു നോട്ടീസിന് പോലും മറുപടി പോലും നൽകാൻ തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന് പിന്നാലെയാണ് വീണ്ടും ഇപ്പോൾ ഇത്തരത്തിലൊരു നടപടിയിലേക്ക് റെയിൽവേ വന്നിരിക്കുന്നത്. പ്രത്യേകിച്ചും നഗരത്തിലെ തോടുകളിൽ നിന്നും ശുചീകരണ തൊഴിലാളികൾ വൃത്തിയാക്കാനായി എത്തുമ്പോൾ റെയിൽ നീരിൻ്റെ കുപ്പികളാണ് ഏറ്റവും അധികമായി ലഭിക്കുന്നത് എന്നും നഗരസഭ ആരോപിക്കുന്നു. ഈ വിഷയത്തിൽ ഇപ്പോൾ ഏറ്റവും പുതുതായി നടത്തിയ മാലിന്യ നിക്ഷേപത്തിൽ 10 ലോഡ് ഈ മാലിന്യം നിക്ഷേപിച്ച ലോറികളിൽ 2 എണ്ണം നഗരസഭ പിടിച്ചെടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് പോലീസിന്റെ സഹായത്തോടു കൂടി കേസും നിലവിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ ലോറികൾ 2 എണ്ണവും റെയിൽവേ കരാർ നൽകിയ ലോറികളാണ് എന്നുള്ളതും കൂടി പരാതിപ്പെടുന്നുണ്ടോ? അദ്ദേഹം എന്തെങ്കിലും നിയമ നടപടിയിലേക്ക് പോകുന്നതിനുള്ള സാധ്യതയുണ്ടോ? നമ്മൾ റെയിൽവേയോട് കാര്യങ്ങൾ വിശദീകരണം തേടിയോ മാധ്യമം എന്ന നിലയ്ക്ക്? അനുജ, ഇതിൽ ഈ സ്വകാര്യ വ്യക്തിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നഗരസഭ ഈ വിഷയത്തിലേക്ക് ഇടപെടുന്നത്. അതിനുശേഷം സ്വകാര്യ വ്യക്തി നഗരസഭയ്ക്ക് പരാതി നൽകി. നഗരസഭ തദ്ദേശ വകുപ്പിനും സർക്കാരിനുമൊപ്പം പോലീസിനും പരാതി നൽകുകയായിരുന്നു ചെയ്തത്. ആദ്യഘട്ടത്തിൽ നഗരസഭ നേരിട്ടൊരു പരാതി നൽകുക എന്നതിനപ്പുറത്തേക്ക് റെയിൽവേയുമായി വിശദീകരണം തേടിയിരുന്നു. പക്ഷേ വളരെ കാലമായുള്ള റെയിൽവേയും നഗരസഭയും തമ്മിലുള്ള പ്രശ്നങ്ങൾ മൂലം തന്നെ ഈ ഏറ്റവും ഒടുവിൽ നൽകിയ നോട്ടീസിനും റെയിൽവേ മറുപടി നൽകിയില്ല. മാത്രമല്ല, മാധ്യമങ്ങൾ പോലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് റെയിൽവേയുമായി ബന്ധപ്പെടുമ്പോൾ അവരുടെ പ്രതികരണം തേടാൻ ശ്രമിക്കുമ്പോൾ അവർ അതിന് അനുകൂലമായല്ല സമീപിക്കുന്നത് എന്നുള്ളത് കൂടി വലിയ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. അത് മുൻകാലങ്ങളിലും അങ്ങനെയായിരുന്നു. ആമയിഴഞ്ചാൻ തോട്ടിലെ അപകടവുമായി ബന്ധപ്പെട്ട കാലത്തും അങ്ങനെ തന്നെയായിരുന്നു. അതുകൊണ്ട് റെയിൽവേയുടെ ഭാഗത്ത് കൃത്യമായ മറുപടി ഇല്ലാതെ വരുന്നത് ഇതാദ്യമല്ല. ഇപ്പോൾ 10 ലോഡ് മാലിന്യം സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് റെയിൽവേ തള്ളി എന്നുള്ളതാണ് നഗരസഭയുടെ ആരോപണം. വിശദീകരണം തേടി നോട്ടീസ് നൽകി, പക്ഷേ മറുപടി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് മേയർ വ്യക്തമാക്കുന്നത്.